പ്രിയമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം സൃഷ്ടിച്ചവനാണ് അള്ളാഹു, എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. അതായത് ഈമാൻ കാര്യങ്ങൾ എന്നാണ് വിശ്വാസപരമായ കാര്യങ്ങളെ പറയുക. ആ വിശ്വാസ അടിത്തറയുണ്ടാകണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്. അത് 6 കാര്യങ്ങളിലാണ് നിർബന്ധമായും ഒരാൾ വിശ്വസിക്കേണ്ടത്. അതിലൊന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. 2 അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. 3 അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസമാണ്. 4 അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. 5 ഈ ലോകമൊക്കെ അവസാനിക്കും, ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഖിയാമത്ത് നാൾ, അന്ത്യനാളിലുള്ള വിശ്വാസം. 6ാമത്തേതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസം. ഈ 6 വിശ്വാസങ്ങളുടെ മേലെയാണ് ഒരു വ്യക്തിയുടെ ഇസ്ലാം മത ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. പഞ്ചസ്തംഭങ്ങൾ എന്ന് പറയുന്ന 5 കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അത് നമ്മൾ ചെയ്യണം. അപ്പൊ വിശ്വാസപരമായിട്ടുള്ള 6 കാര്യങ്ങളും അനുഷ്ഠാനപരമായിട്ടുള്ള 5 കാര്യങ്ങളും, അങ്ങനെ 11 കാര്യങ്ങളിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. അതെ, ഈമാൻ കാര്യങ്ങൾ 6ഉം ഇസ്ലാം കാര്യങ്ങൾ 5ഉം. അപ്പോൾ ആരാണ് ഒരു മുസ്ലിം? എങ്ങനെയാണ് ഒരാള് വിശ്വാസിയാകുന്നത്? ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ മലക്കുകളിലും കിതാബുകളിലും നബിമാരിലും അള്ളാഹുവിൻ്റെ അന്ത്യദിനത്തിലും അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നല്ലതും ചീത്തയും. ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കണം നിർബന്ധമായും. അയാളിനി മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഇനി മതമില്ലാത്തവനാകട്ടെ, ഇത്രയും കാര്യങ്ങളിൽ വിശ്വസിക്കുന്നെങ്കിൽ നിർബന്ധമായിട്ടും അവനൊരു ഓട്ടോമാറ്റിക് മുസ്ലിമായി മാറിക്കഴിഞ്ഞു. അവന്റെ പേരിനി അഹമ്മദ് ആണോ, ഈസയാണോ, മുഹമ്മദ് ആണോ, ജനാർദ്ദൻ ആണോ, ജോസഫ് ആണോ, ഔസേപ്പ് ആണോ എന്നൊന്നും അറിയില്ല. മോനോട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇടാൻ പറഞ്ഞപ്പോൾ മധുരം ഒരു പൊട്ടുപൊടി പോലും ഇടാതെ കൊണ്ടുവന്ന് നല്ല കടുപ്പും കട്ടൻ ചായയാണ്. ചെറിയവൻ ഇട്ടതാ. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിന് ജന്മത്തിൽ കട്ടൻ ചായ കിട്ടില്ല, പോട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ നിർബന്ധമായും വിശ്വസിക്കണം. അപ്പോ നമ്മുടെ പേരെന്താണ്, നമ്മുടെ ഊരേതാണ്, ഇതൊന്നുമല്ല ഇവിടെയുള്ള വിഷയം. അപ്പോ നമ്മള് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവനൊരു വിശ്വാസിയാണ്. ഇത് ഇത്രയും കാലവും സർവമത സത്യവാദമെന്നും പറഞ്ഞ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാര് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് നടന്നു. നമ്മുടെ ചെങ്ങന്നൂർ മൗലവിയുടെ വിഭാഗം. ഒരു മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ, അവൻ ക്രിസ്ത്യാനിയാകട്ടെ, മജൂസിയാകട്ടെ, നസ്രാണിയാകട്ടെ, ഇനി ഏതു മതവിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ ചെയ്ത പ്രതിഫലത്തിന്റെ, അവൻ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന്. എന്തൊരു മൂഢത്തരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്താൽ അതല്ലേ മുസ്ലിം? അതല്ലേ ഇസ്ലാം? അവൻ മുസ്ലിമായി കഴിഞ്ഞല്ലോ. പിന്നീട് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസമാണോ മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണോ എന്ന് നമ്മളൊന്ന് നോക്കണം. ഇസ്ലാമിന്റെ യഥാർത്ഥമായിട്ടുള്ള ആണിക്കല്ല് കിടക്കുന്നത് മുഹമ്മദ് നബിയിലാണോ അള്ളാഹുവിലാണോ? എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എവിടെയോ ഒരു പോസ്റ്റർ മുമ്പ് വായിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ ഭരണം പോലെയാണ് ഇസ്ലാമിനെ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അതായത് രാജാവുമുണ്ട്, രാജ്ഞിയുമുണ്ട്.
പക്ഷേ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാ? പരമാധികാരി. അധികാരമില്ല രാജാവിനും രാജ്ഞിക്കുമൊന്നും. അപ്പൊ രാജാവിന്റെ പേരില് പ്രധാനമന്ത്രിയാണ് ഭരിക്കുന്നത്. സകലതിനും തീരുമാനമെടുക്കുന്നതും പ്രധാനമന്ത്രിയാണ്. പക്ഷെ തീരുമാനം പുറത്തു വരുന്നത് എങ്ങനെയാ? രാജകൽപ്പന. ഇതാണ് രാജശാസനം, ഇതാണ് രാജകൽപ്പന. ഇതുപോലെ ഒരു റോയൽ ഡിക്രി എന്നാണ് അതിന് പറയുക. മനസ്സിലായി? ഇത് രാജാവ് അറിഞ്ഞോ അറിയാതെയോ ശരി ഇതെന്റെ തീരുമാനമാണ്, ഇത് അംഗീകരിക്കേണ്ടി വരിക. ഒരു മനുഷ്യനായ പ്രവാചകനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് അദ്ദേഹം അങ്ങാടിയിലൂടെ നടക്കും, നമ്മളെ പോലെ കാണും, കേൾക്കും, ചിന്തിക്കും, എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നബി. അത്ഭുതങ്ങൾ കാണിച്ച് ആരെയും പറ്റിക്കാൻ അറിയുന്ന ആളല്ല എന്ന് പറയുന്നു. വേറൊരിടത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നു. മൂസാ നബി വടി കൊണ്ട് അടിച്ച് വടി തറയിലിട്ടപ്പോൾ അത് പാമ്പാകുന്നു. കടലിലടിക്കുമ്പോൾ കടല് രണ്ടായിട്ട് മാറിക്കൊടുത്ത് നമ്മളെ അങ്ങോട്ട് രക്ഷപ്പെടുത്തും. ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്ന നബിയെ കുറിച്ച് പറയുന്നത് പിന്നെ ഖുർആനല്ലേ? സ്ഥിരതയൊന്നുമില്ലല്ലോ. ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അതുകൊണ്ട് സാരമില്ല, ഞാൻ അതിനകത്ത് വലിയ കഴമ്പൊന്നും കാണുന്നുമില്ല കേട്ടോ. കാരണം അള്ളാഹു അവിടെ ഇരിക്കുന്നു, മുഹമ്മദ് നബി ഭരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ആ പടച്ചവൻ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ വഹിക്കേണ്ടി വരികയാണ്. ഇപ്പോ ഇസ്രയേലും ഹമാസും തമ്മിലൊരു യുദ്ധത്തിനിറങ്ങുന്നു. ആ യുദ്ധത്തിൽ നെതന്യാഹുവും ടീമും നല്ല തിരിച്ചടി കൊടുത്താൽ പരീക്ഷണമാണ്. ശരിക്കും അങ്ങോട്ട് കിട്ടിയാലോ? കുറച്ച് കടുത്തു പോയല്ലേ. അവർക്ക് കിട്ടിയാലോ? ശിക്ഷ. അങ്ങനെ ഒരു പ്രത്യേക തരം വിശ്വാസത്തിന്റെ കണ്ണിലൂടെയാണ് കേട്ടോ ഇസ്ലാം ഇന്ന് നോക്കി കാണപ്പെടുന്നത്. യുദ്ധത്തിൽ ജയിച്ചാല് കൊള്ള മുതലും കിട്ടും, ആ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന പെണ്ണുങ്ങളെയും കിട്ടും. തോറ്റാലോ അല്ലാഹു ഒരു താജുൽ വഖാർ, നമ്മുടെ തലയിൽ ഒരു കിരീടമൊക്കെ വെച്ച് തന്ന 72 ഹൂറികളെയും നിരത്തി അങ്ങോട്ട് നിർത്തിയിട്ട് അവരുടെ കഴുത്തില് നമ്മുടെ പേരെഴുതിയ ഒരു ടാഗൊക്കെ ഇടും. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെണ്ണുങ്ങളെയും പിടിച്ചുകൊണ്ട് ആടിപ്പാടി നടക്കാം. ഇതൊക്കെയാണ് കേട്ടോ പൊതുവെയുള്ള സങ്കല്പങ്ങൾ. മതം മൊത്തവും സങ്കല്പമായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ കേട്ടോ. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വേറൊരു പടച്ചോനൊന്നും ഇല്ല. വേറൊരു പടച്ചോനൊന്നും ഇല്ല. പക്ഷേ ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പടച്ചോന്റെ ഗതി അങ്ങോട്ട് മുട്ടും, പടച്ചോന്റെ നിയന്ത്രണം പോകും. അതുകൊണ്ട് പടച്ചോൻ എന്ന കഥാപാത്രം, പടച്ചോൻ എന്ന സൃഷ്ടാവ്, ഖുർആനിലെ പടച്ചോൻ നിലനിൽക്കുന്നത് തന്നെ മുഹമ്മദ് നബിയുടെ ബലത്തിൽ മാത്രമാണ്. മുഹമ്മദ് നബി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പടച്ചോൻ എത്രയോ പുറകോട്ട് പോകും, ഒരു രക്ഷയുമില്ലാത്ത രൂപത്തിൽ. ഞാൻ ഒരുപാട് തവണ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത വിഷയമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന്. ഒരുപാട് മൂഢത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളുടെയും ഒക്കെ ഘോഷയാത്രയാണ് ഇസ്ലാം. നമ്മൾ എത്ര കണ്ട് ശരി ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാലും 100 കണക്കിന് നെഗറ്റീവ്സ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഇത് എന്ത് മതമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അള്ളാഹു സർവസൃഷ്ടാവാണ്, ശരി. സർവശക്തനോ സർവജ്ഞാനിയോ അദൃശ്യജ്ഞാനിയോ നീതിമാനോ കാരുണ്യവാനോ, ശരി. എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഇതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വച്ച് നമ്മളങ്ങോട്ട് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. മനസ്സിലായ? സൃഷ്ടാവൊക്കെ തന്നെയാണ്, സമ്മതിക്കുന്നു. ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചിട്ട് റെസ്റ്റ് ചെയ്ത പടച്ചോനെ കുറിച്ചിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. പടച്ചോൻ അത്ര ക്ഷീണിച്ചു പോകുമല്ലോ. ഏതാണ്ട് കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാകും എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് 8ഓളം തവണ കുൻ 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 എന്ന് പറയുന്നുണ്ടെങ്കിലും ഖുർആനിൽ അല്ലാഹു കുൻ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ഒന്നിനെയും നമുക്ക് ഖുർആനിൽ കാണാനും പറ്റില്ല. കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാകണ്ടേ.
ഒന്നും ഉണ്ടാകുന്നുമില്ല. അപ്പോൾ ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു. ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ആദ്യം സൃഷ്ടിച്ചത്. അപ്പോൾ പഠിച്ചോണ്ട് വിടായിരുന്നു ഒന്നുകിൽ ആകാശത്ത്, അപ്പോൾ ഭൂമി ഇല്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മളോട് പറയണത് നമ്മൾ മുർത്തദ്ദുകളാണ്. ശരി, മുർത്തദ്ദുകൾക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ, ചിന്തിക്കാൻ പാടില്ല എന്നുമില്ലല്ലോ, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നുമില്ലല്ലോ. നമുക്കും ചോദിക്കാമല്ലോ. സർവസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പദ്ധതിക്കെതിരെ വെറും ഒരു സൃഷ്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതൊരു ചോദ്യമല്ലേ? ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസം വരുമ്പോൾ നെതന്യാഹുവിനെ ഇവരെങ്ങനെയാ കിരാതനെന്ന് പറയുക? ഹിറ്റ്ലറിനെ ഇവരെങ്ങനെയാണ് ദുഷ്ടനാണെന്ന് പറയുക? 60 ലക്ഷത്തിലധികം ജൂതന്മാരെ ചുട്ടുകൊന്ന ഹിറ്റ്ലറിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഹിറ്റ്ലറിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 40 ദിവസം ജന്മമെടുത്ത ഹിറ്റ്ലറിനെ കുറിച്ചിട്ട് അള്ളാഹു എഴുതി വെച്ചിരുന്നതല്ലേ ഇതെല്ലാം? ആരിഫെ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ആ ഫോണിലാണ് ലൈവ് ചെയ്യുന്നത്. ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇട്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് നോക്കാമോ എന്ന് പറഞ്ഞാൽ ലൈവ് ക്യാൻസൽ ചെയ്തിട്ട് പോയി നോക്കട്ടെ, ലൈവ് കട്ട് ചെയ്തിട്ട് പോയി നോക്കിയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറയരുതെന്ന്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഞാനാകെ പ്രതിസന്ധിയിലായി പോകത്തില്ലേ? ആ ഫോണിൽ ഇപ്പം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒന്നും